ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. സ്നേഹമുള്ളവരെ, നമുക്കൊക്കെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് ഇഷ്ടംപോലെ ആഗ്രഹമുണ്ടല്ലേ. പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് ഈ സ്വർഗരാജ്യത്തിൽ ദൈവത്തിൻ്റെ ഒപ്പം ഇരിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് സ്വർഗരാജ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അത് കൃത്യമായിട്ട് വചനത്തിലൂടെ ഈശോ പറയുക എന്താണ്, നീ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നതുകൊണ്ട് ഒരിക്കലും നിനക്ക് സ്വർഗരാജ്യം കിട്ടത്തില്ല. മറിച്ച് എന്ത് ചെയ്യണം, നീ പ്രാർത്ഥിക്കുന്നത് നിന്റെ ജീവിതത്തിലുണ്ടാകും. നമുക്ക് പറ്റുന്ന അവിടെ പോരായ്മ. നമ്മൾ ഇഷ്ടംപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുന്നു, അധര വ്യായാമം പോലെ കാണാപ്പാഠം പഠിച്ച് ഇഷ്ടംപോലെ പ്രാർത്ഥനകൾ ചൊല്ലുന്ന വ്യക്തികളായിട്ട് മാത്രം നമ്മൾ മാറുക. പക്ഷെ ഇങ്ങനെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുമ്പോൾ അവ കൊണ്ട് ഒരിക്കലും ഫലമുണ്ടായെന്ന് വരികയില്ല. മറിച്ച് ഞാൻ എന്ത് ചെയ്യണം, ഈ ചെല്ലുന്ന പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. അപ്പോൾ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കത്തുള്ളൂ. പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു പ്രാർത്ഥന പോലും ദൈവത്തിന് വേണ്ട. നമ്മളൊക്കെ ഇഷ്ടംപോലെ ചെല്ലുന്നുണ്ട്, പക്ഷേ അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല. പ്രാർത്ഥനയും ജീവിതവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് പള്ളി വിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവരൻ്റെ കുറ്റം പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. മറ്റൊരുവനെ സ്നേഹിക്കാൻ പറ്റുന്നത്, തൊട്ട് അയൽപക്കത്ത് കിടക്കുന്ന അയൽപക്കക്കാരനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ഇഷ്ടംപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ത് പ്രയോജനം ഉണ്ടാവുന്നത്? സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈശോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കുറേ പ്രാർത്ഥനകൾ കാണാപ്പാഠം ചൊല്ലുക എന്നതല്ല. അത് വേണ്ട എന്നല്ല, അവയൊക്കെ വേണം. പക്ഷേ അവ ചൊല്ലിക്കൂട്ടുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതമാണ് നല്ലൊരു സന്ദേശമായിട്ട് മാറേണ്ടത്. എൻ്റെ ജീവിതം കണ്ടിട്ടാണ് മറ്റുള്ളവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരേണ്ടത്. എൻ്റെ പ്രാർത്ഥനയല്ല, എൻ്റെ ജീവിതം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാം. എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, എൻ്റെ പക്കലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി പോലും ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. അതെൻ്റെ ജീവിതം കണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവർക്ക് വരാനായിട്ട് പറ്റിയാൽ എൻ്റെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തി എന്ന് പറയാൻ പറ്റും. എനിക്ക് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് പറ്റും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ ആ പ്രാർത്ഥന പ്രാവർത്തികമാക്കുവാനായിട്ട്, പ്രാർത്ഥനയും ജീവിതവും ഒരേപോലെ മുന്നോട്ട് നയിക്കുവാനായിട്ട്, അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.